ഇത്തിപ്പുഴ പരുത്തിമുടി തോടിനു കുറുകെ 30 വർഷം മുൻപ് നിർമ്മിച്ച പാലം കളത്തിൽ ലാലി മണിയന്റെ വീടിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് കാലപ്പഴക്കത്താൽ അടർന്നു വീണതിനെ തുടർന്ന് തെളിഞ്ഞ കമ്പികൾ ജീർണിച്ച് പാലം ഏതു നിമിഷവും നിലം പൊത്താമെന്ന നിലയിലാണ്. ജീർണിച്ച പാലം പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കുമ്പോൾ വീടിന് കേടുപാട് സംഭവിക്കുമെന്ന ആശങ്ക മൂലം സിജു പാലം നിർമ്മാണത്തിന് എതിരു നിൽക്കുന്നുവെന്നായിരുന്നു പ്രചാരണം. പാലത്തിന്റെ നിർമ്മാണത്തിനായി വീടിന്റെ മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കണമെന്ന കരാറുകാരന്റെ ആവശ്യം അംഗീകരിച്ച താൻ യാത്ര സുരക്ഷിതമാക്കാനായി ഈ പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടു വരികയായിരുന്നുവെന്ന് സിജു പറയുന്നു. പാലം ഒരു ഡിസംബർ മാസത്തോടുകൂടി ഈ പാലം പണി നിർത്തിവെച്ചേക്കായിരുന്നു. നിർത്തിവെച്ച കാര്യം അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ പറയണത് ഞാൻ കാരണമാണ് പാലം പണി നടക്കാത്തതെന്നുള്ള രൂപത്തിൽ പറഞ്ഞു. ഞാനൊരു CPയുടെ പ്രവർത്തകനാണ്, CPയുടെ ലോക്കൽ കമ്മിറ്റിയൊക്കെയാണ്. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ യാതൊരുവിധ പരാതിയും ഒരു സർക്കാർ ഏജൻസിയിലും പോയിട്ടില്ല. അത് പല ഘട്ടത്തിലും എല്ലാവരും പറഞ്ഞിട്ട് ആൾക്കാർ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചത്. കണ്ടെയ്നർ ലോറി ഡ്രൈവറായ സിജു ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിലെത്തുന്നത്. അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ഒരാഴ്ച പണിക്ക് പോകാതെ വീട്ടിൽ തങ്ങി. അപ്പോഴാണ് സ്ത്രീകളടക്കമുള്ളവർ പാലം നിർമ്മിക്കുന്നതിന് എതിരു നിൽക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യവുമായി എത്തിയത്. റോഡിന്റെ ആരംഭം മുതൽ ഇപ്പോൾ തകർച്ചാ ഭീഷണിയിലായ പാലം വരെയുള്ള ഭാഗത്തെ റോഡിനായി ഏറ്റവും കൂടുതൽ സ്ഥലം വിട്ടു നൽകിയത് തന്റെ മുത്തച്ഛനാണെന്നും പൊതുനന്മയ്ക്കായി നിലകൊണ്ട പാരമ്പര്യമുള്ള തന്നെ വഴിമുടക്കിയായി ചിത്രീകരിച്ചതിൽ വേദനയുണ്ടെന്നും സിജു പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.